അപ്പോഴാണ് വളരെയധികം ആ ഒരു അത്ഭുതത്തോടുകൂടി, പറയാൻ പറ്റുന്നില്ല, ഗദ്ഗതത്തോടു കൂടിയിട്ടാണ് പാർവതി മറുപടി പറയുന്നത്. സ്തുതിക്കാൻ ആരംഭിച്ചു. വേദാന്ത വിചക്ഷണന്മാരൊക്കെ ഒരേയൊരു ഈശ്വരനായിട്ട്, ഒരേയൊരു ബ്രഹ്മമായിട്ട് പറയുന്നത് ഏതൊരു ജഗതീശ്വരനെയാണോ ആ ഭഗവാന് നമസ്കാരം. ഏതൊരു ഭഗവാന്റെ പാദപത്മത്തെ ആശ്രയിച്ചിട്ടാണോ സാധുക്കൾ, ഭക്തന്മാർ മുക്തിയെ പ്രാപിക്കുന്നത്, അങ്ങനെയുള്ള ആ മഹാദേവന് നമസ്കാരം. ജഗദ്വന്ദ്യനായിട്ടുള്ള ഈശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു. സ്മരണാദേവ ദേവസ്യതേ പ്രാപു സന്നിധി വിഭോ ത്വരയാവതരന്തസ്തേ ദൃഷ്ട്വാ ദേവാധിനായകം. ഭക്താർത്തിഘ്നോ മഹാദേവ പ്രതീതോ ഭുവനത്രയോ ഭക്താദേഹം ദയാസിന്ധോ താം മാം അംഗീകുരു പ്രഭോ. ത്വൽ പിതൃഭ്യാമനുജ്ഞാത സുരസിദ്ധ നിഷേവിത ഇരിതത്വാ വരം ശംഭു കൈലാസമകമശ്രയൽ. ഇങ്ങനെയെല്ലാം ഭഗവാനെ സ്തുതിക്കുന്നതായ പാർവതിയെ അനുഗ്രഹിച്ചുകൊണ്ട് എന്താണ് പാർവതിയുടെ പ്രാർത്ഥന? എന്നെ അംഗീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും. അപ്പോഴാണ് മറുപടി പറഞ്ഞത്, പാർവതി, ഞാൻ വേഗം തന്നെ പാർവതിയെ സ്വീകരിക്കുന്നുണ്ട്, പാണിഗ്രഹണം ചെയ്തുകൊള്ളാം എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് അന്തർധാനം ചെയ്തത്. അധികം താമസിയാതെ മഹാദേവൻ എന്തു ചെയ്തു? ആ സപ്തർഷികളെ അനുസ്മരിക്കുകയും വേഗം തന്നെ സപ്തർഷികൾ ഭഗവാന്റെ മുന്നിലെത്തി ചോദിച്ചു, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അവിടത്തേക്ക് വേണ്ടി? ആ സപ്തർഷികളുടെ സ്തുതിയെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ഭഗവാൻ നിയോഗിക്കുകയാണ്. നിഷീദന്ത ഭവന്തോത്ര ഭക്തിയാ മയ്യതുലാം വന ആസനേഷു മഹാഭാഗയൂയം മേ ഹൃദയം ഗമ. നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഹിമവാന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ആ പാർവതിയെ, ഹിമവാന്റെ പുത്രിയായിട്ടുള്ള പാർവതിയെ എനിക്ക് വിവാഹം ചെയ്തു തരാനായിട്ട് ഹിമവാനോടും ആ മേനാദേവിയോടും നിങ്ങൾ നിർദ്ദേശിക്കണം. അതായത് വരൻ, വധൂവരന്മാര് മാത്രം തീരുമാനിച്ചാൽ പോരാ. വരന്റെ അടുത്ത് നിന്നും ബന്ധുക്കൾ ചെന്ന് ചോദിക്കുകയാണ്, വധുവിന്റെ പിതാവിനോട് ചോദിക്കുകയാണ്, അങ്ങയുടെ മകളെ ഇന്നയാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കൂ. ആ ഒരു സമ്പ്രദായം അനുസരിച്ചിട്ട് ഹിമവാന്റെ ഗൃഹത്തിൽ പോവുക. അതും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ സപ്തർഷികൾ പത്നീ സമേതരായിട്ട് പോകണം എന്നാണ്. അപ്പൊ വസിഷ്ഠപത്നിയായിട്ടുള്ള അരുന്ധതിയോടുകൂടി അങ്ങനെ നിങ്ങൾ പത്നീ സമേതരായിട്ട് വേണം പോവാൻ. കാരണം എപ്പോഴും ഒരു ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം ഗൃഹസ്ഥന്റെ ഏതൊരു കർമ്മത്തിൻ്റെയും ഫലം പൂർണ്ണമാവണത് പത്നീ സമേതനായിട്ട് ആ കർമ്മത്തെ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് ഗാർഹസ്ഥ്യ കർമ്മങ്ങളിലൊക്കെ തന്നെ നമ്മൾ നോക്കിയാൽ കാണാം, ഗൃഹസ്ഥൻ ഇപ്പോൾ യാഗത്തിലൊക്കെ കാണാം, ആ പത്നി യജമാനനായിട്ടിരിക്കുന്ന ആളുടെ ഒപ്പം തന്നെ പത്നിയും ഉണ്ടാവും. അവിടെ ആ യജമാന പത്നിക്കും പലതരത്തിലുള്ള ചടങ്ങുകൾ ബാധകമാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും ഋഷിപത്നിമാരോട് കൂടിയിട്ട് ഹിമവാന്റെ കൊട്ടാരത്തിൽ ചെല്ലുക എന്നിങ്ങനെ നിയോഗിക്കുകയും ആ സപ്തർഷികൾ അവിടെ നിന്നും ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് പുറപ്പെട്ടു. ഹിമവാന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. വേഗം തന്നെ ഹിമവാൻ മേനാദേവിയോട് കൂടിയിട്ട് രാജർഷികൾ ആ സപ്തർഷികളെയൊക്കെ സ്വീകരിച്ചു. എന്നിട്ട് അവര് പറയുകയാണ് ഹിമവാനോട്, ഞങ്ങൾ വന്നിട്ടുള്ളത് താങ്കളോടൊരു കാര്യം നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്കളുടെ പുത്രിയെ ആ ശ്രീപരമേശ്വരന് വിവാഹം ചെയ്തു കൊടുക്കണം.
എന്നിട്ട് എന്താണ് ആ ഭഗവത് മഹത്വം എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ കുറേയേറെ പറഞ്ഞു. സംഹർത്തൂനാം ച സംഹർത്ത മഹാഗ്രാസോ മഹീധര പരമാത്മാ പരം ജ്യോതി പരബ്രഹ്മാത് പരാത് പരം പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം ഏനാദോ ക്രിയതേ വിശ്വം പാല്യതേന വധ്യതേ യസ്മിൻ ഈശ്വര ഇത്യുച്ചേർ യഥാർത്ഥോ ന ഉപചാരിക. ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്നതായ ജഗത് പിതാവായിട്ടുള്ള ശ്രീപരമേശ്വരന് താങ്കളുടെ പുത്രിയെ വിവാഹം ചെയ്ത് നൽകുക. ജഗത്തിന്റെ അധീശനായിട്ടുള്ള ആ ഭഗവാന് പാർവതിയെ നൽകുക. എന്നിങ്ങനെ നിർദ്ദേശിക്കുകയും ഈ ഋഷിപത്നിമാർ ഹിമവാന്റെ പത്നിയായിട്ടുള്ള മേനാദേവിയെ പ്രത്യേകം ഉപദേശിച്ച്, ഈ കഥ പറയുമ്പോൾ ശിവപുരാണത്തിൽ കുറേ സംഭവങ്ങൾ അതിനിടയ്ക്ക് വരുന്നുണ്ട്. ഈ സപ്തർഷികളും ആദ്യം ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് പാർവതിയുടെ സമീപത്ത് ചെന്ന് പാർവതിയെ പരീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ആദ്യം എന്തിനാണ് പാർവതി ഇങ്ങനൊരാളെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിക്കണത് എന്നൊക്കെ ചോദിച്ച് സപ്തർഷികളും ശിവനിന്ദയാണ് ആദ്യം ചെയ്യണത്. പക്ഷേ പാർവതിയുടെ ആ ദൃഢനിശ്ചയത്തിന് മുന്നിൽ അവർക്ക് ബോധ്യപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും ശരി, പാർവതിയുടെ തീരുമാനത്തിന് മാറ്റമില്ല. അങ്ങനെയാണ് പിന്നീട് ഈ വിവാഹത്തിന് വേണ്ടതായ ഒരുക്കങ്ങളൊക്കെ അപ്പൊ ഇവിടെ സപ്തർഷിമാർ ഹിമവാനോട് ആ ഭഗവാന്റെ മഹത്വമൊക്കെ പറഞ്ഞ് കേൾപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഇവിടെ കുറെ ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നുണ്ട്. ഓമിത്യുക്വാസു സർവാസു മേനാഹിഞ്ചിതവോ ബ്രവീൽ വയം തു സാവരാപ്രായോ അചേതന വിദിരാജനൈഹി ഇയമ്മേ ജഗതാം മാതാ കന്യകാ കമലേക്ഷണ അനയാഹം കൃതാർത്ഥോസ്മിൻ കൃതോ യുഷ്മാഭിരദ്യ വൈ സാധുസാധ്വിതം സർവേ പ്രശംസുർമുനീശ്വര അധാംഗിരാ പുനഃശാന മഹിഷി അജലേഷിതു. ഈ പാർവതി നിങ്ങളുടെ പുത്രിയായി വന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ജഗദംബിക തന്നെയാണ്, ജഗത്തിന്റെ തന്നെ മാതാവ്. ജഗദംബിക ജഗന്മാതാവാണ്. അപ്പൊ ആരോടാണ് ചേരേണ്ടത്? ആ ജഗദ്ഗുരുവായിട്ടുള്ള ജഗത് പിതാവായിട്ടുള്ള ശിവനോട് തന്നെ ചേരേണ്ടവളാണ് ഈ ശിവ, ഈ പാർവതി. അങ്ങനെ ഓരോരുത്തരും, സപ്തർഷികൾ ഓരോരുത്തരും, അതുപോലെ ഋഷി പത്നിമാരും ഈ ഹിമവാനോടും പ്രത്യേകമായിട്ട് മേനാദേവിയോടുമൊക്കെ ഉപദേശങ്ങളെ കൊടുത്തു. പല ഉദാഹരണങ്ങളും പറഞ്ഞുകൊണ്ട് എന്തിനാണ് പാർവതിയെ ശിവന് നൽകേണ്ടത്, അതിന്റെ ആവശ്യകത എന്താണ്, അതിനെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ട് ജഗത്തിന് മൃത്യുവായിട്ടും ജഗത്തിന്റെ ധാതാവും മഹാദേവനും മഹേശ്വരനുമാണ് അവിടുന്ന്. മൃത്യുഞ്ജയനാണ്, ഹരനാണ്. എന്താണ് ശിവമഹിമ എന്ന് ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. ദക്ഷൻ യാഗം ചെയ്യവേ, യാഗത്തിന് അനുകൂലിച്ചവരെ പോലും ദക്ഷനെ ശിക്ഷിച്ചു എന്ന് മാത്രമല്ല, ദക്ഷനെ ശാസിക്കുക കൂടാതെ അതിന് അനുകൂലമായി വർത്തിച്ചവർക്ക് പോലും ആ യജ്ഞപതിയായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പൊ എന്താണ് അവിടുത്തെ മഹത്വം? ആ മൃത്യുഞ്ജയ രുദ്രനായിട്ടുള്ള ശ്രീപരമേശ്വരന്റെ മഹത്വം അത് വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല. മറ്റൊന്ന്, അവിടത്തേക്ക് ഇയം ച ന സുതാബാല യഥാസ്മാൻ നൈവ ശോചപതി ബാലാശോക സഹിഷ്ണൂനാം അസ്മാകം ഭവേ സുഖം ന ഭ്രാതാ ന സുഹൃൽ ബന്ധു ന കുലം നാപി കിഞ്ചന ന മാതാ ന പിതാ ഏക ഏവ ഹ്യസൗ രുദ്ര ന ദ്വിതീയായ തസ്തിവാൻ.